നെക്സ്റ്റ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓഡ്, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓഡ്, എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, എഫ് ഓഫ് എക്സ് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു ആ പുള്ളിക്കാരന്റെ എ നോട്ടും എ എന്നും സീറോ ആണ്. എ നോട്ട് ഈക്വൽ ടു എ എൻ ഇസ് ഈക്വൽ ടു സീറോ. എ നോട്ടും എ എന്നും സീറോ ആണ്. ഇനി അതിനുശേഷം അയാളുടെ എന്താണ് ബി എൻ എന്ന് പറയുന്നത്, അയാളുടെ ബി എൻ എന്ന് പറയുന്നത് ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണ് ആ ചേഞ്ച്? 2/L ഇന്റഗ്രൽ 0 to L 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ n പൈ ബൈ എൽ എക്സ് ഡി എക്സ് എന്നായിട്ടുണ്ട്. ബി എന്നിന് ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ബി എൻ ഇങ്ങനെയാവും. അപ്പൊ ബി എൻ ഇങ്ങനെ ആവുമ്പോ എ നോട്ട് എ എൻ പിന്നെ ബി എൻ ഈ ഫോമിലെ ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ എക്സ്പാൻഷൻ സ്വാഭാവികമായിട്ടും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ്, എ നോട്ട് ഇവിടെ 0 ആണ് അതുകൊണ്ട് എഴുതുന്നില്ല, പ്ലസ് സമ്മേഷൻ എ എൻ ഇൻറ്റു എന്നാണ്. എ എൻ ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് ആണ്. എ എന്നും ഇവിടെ 0 ആണ്, ഞാൻ എഴുതുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ സമ്മേഷൻ n is equal to 1 to infinity, n is equal to 1 to infinity bn. bn ന്റെ വാല്യൂ ഇതാ ഇവിടെ ഉണ്ട്. bn ഞാൻ എന്തായാലും bn ന്റെ വാല്യൂ ഞാൻ ഒന്നും കൂടെ എടുത്ത് എഴുതാം. ഒന്നിനുമില്ല, ഒരു കാര്യം ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യാനാണ്. 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ n പൈ ബൈ എൽ എക്സ് ഡി എക്സ് bn into sin n pi by lx, sin n pi by lx, n pi by lx. കണ്ടല്ലോ, എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എക്സ്പാൻഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ സൈൻ വാല്യൂസ് അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, കോസ് ഇല്ല. സൈൻ എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ, കോസ് ഇല്ല. അപ്പോ എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ അയാളുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ സൈൻ മാത്രമേ വരത്തുള്ളൂ. ഇയാളെ സൈൻ മാത്രമേ വരത്തുള്ളൂ. ഈ എക്സ്പാൻഷനെ നമ്മൾ വിളിക്കുന്ന പേര് സൈൻ സീരീസ് എക്സ്പാൻഷൻ. സൈൻ സീരീസ് എക്സ്പാൻഷൻ കഴിഞ്ഞു. സൈൻ സീരീസ് എക്സ്പാൻഷൻ, അതായത് ഈ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിൽ സൈൻ ടേംസ് മാത്രമേ ഉള്ളൂ, കോസ് ടേംസ് ഇല്ല. അതുകൊണ്ട് ഇയാളെ നമ്മൾ വിളിക്കുന്ന പേര് സൈൻ സീരീസ് എക്സ്പാൻഷൻ. ഓക്കെ, അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ വരികയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ തരുന്നു, എക്സ്പാൻഡ് ഇറ്റ് സൈൻ സീരീസ്, എക്സ്പാൻഡ് ഇറ്റ് ഇൻ സൈൻ സീരീസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൈൻ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആ ഫംഗ്ഷൻ ഓടാണെന്നും അയാളെ എക്സ്പാൻഡ് ചെയ്താൽ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ്. അതായത് ഫംഗ്ഷൻ ഓടാണ്, അതുകൊണ്ട് അയാളെ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തോ എന്ന് അവര് എന്താണ് ഒന്ന് പൊതിഞ്ഞു പറയുകയാണ്. അത് എന്താണ്, സൈൻ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ തന്നിട്ട് സൈൻ സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആ ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അയാളെ നമുക്ക് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും, സൈൻ മാത്രമുള്ള രീതിയിൽ എഴുതാൻ കഴിയും. അതാണ് സൈൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഒന്ന് ചുറ്റി പറഞ്ഞേക്കുകയാണ്, വേറെ ഒന്നുമല്ല. ഫംഗ്ഷൻ ഓടാണെങ്കിൽ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ നോക്കുമ്പോൾ അവിടെ സൈൻ എലമെന്റ്സ് മാത്രമേ വരത്തുള്ളൂ. സോ ദാറ്റ് എക്സ്പാൻഷൻ ഇസ് കോൾഡ് സൈൻ സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ഈ സൈൻ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അയാളെ സൈൻ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ആ ഫംഗ്ഷൻ ഓടായിരിക്കും, അയാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടി. ഡൺ. സിമിലർലി ഫംഗ്ഷൻ ഈവൻ ആണെങ്കിൽ, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈവൻ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യം നിങ്ങളുടെ എ നോട്ട് എന്ന് പറയുന്നത് എന്താണ്, എ നോട്ട് 1/L, എ നോട്ട് എന്ന് പറയുന്നത് 1/L അല്ല 2/L ആണെന്ന് തോന്നുന്നു കേട്ടോ. 2/L ഇന്റഗ്രൽ 0 to L, തെറ്റാണെങ്കിൽ ഒന്ന് ശരിയാക്കണേ. എഫ് ഓഫ് എക്സ് എന്താണ് ഈവൻ ആണെങ്കിൽ ഞാനത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ആർക്കെങ്കിലും കൗണ്ടർ അങ്ങനെ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ പറയാം. എ നോട്ട് എന്ന് പറയുന്നത് 2/L ഇന്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ എൻ എന്ന് പറയുന്നത് 2/L ഇന്റഗ്രൽ 0 to L
f of x cos n pi by x dx, cos n pi by x, n pi by lx, sorry, n pi by lx dx. ഇതാണ് നിങ്ങളുടെ an. അപ്പോൾ bn എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം അത് 0 ആണ്. bn എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷന്റെ സ്ഥാനത്ത് 0 ആണ്. therefore അയാളെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ എഴുതുമ്പോൾ f of x is equal to a0 by 2. അപ്പോൾ 1 by l integral 0 to l f of x dx plus summation n is equal to 1 to infinity an. ന്റെ വാല്യൂ ഇവിടെ ഉണ്ട് 2 by l integral 0 to l f of x cos n pi by lx dx into cos n pi by lx പ്ലസ് പിന്നെ സമ്മേഷൻ bn ആണ്, bn 0 ആണ്, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൈൻ ടേംസ് ഇല്ല, കോസ് ടേംസ് മാത്രമേ ഉള്ളൂ. therefore this is a cosine series expansion. നിങ്ങൾക്കറിയാം കോസിന്റെ ഒരു എക്സ്പാൻഷൻ ആണ് കൊസൈൻ. യഥാർത്ഥത്തിൽ കൊസൈൻ ആയിരുന്നു. എന്താണ് അതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, കോസ് എന്ന് പറയുന്നത്. അപ്പൊ സൈൻ SINE ആണ്, അതിനെ ഷോർട്ട് ഫോം ആക്കിയിട്ടാണ് സൈൻ എന്ന് നമ്മൾ എഴുതുന്നത്. ടാൻ എന്ന് പറയുന്ന ടാൻജന്റ് ആണ്, സീക്ക് എന്ന് പറയുന്ന സീക്കന്റ് ആണ്, കൊസീക്കന്റ്, പിന്നെ കോടാൻജന്റ്, അങ്ങനെയൊക്കെയാണ് അവരുടെ പേരുകളൊക്കെ. അപ്പൊ ഇത് കൊസൈൻ ആണ്. ചിലരത് കൊസീക്ക് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞത്. കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ ആണ് ഇയാൾ. കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ അതായത് വളരെ വ്യക്തമാണ്. ഒരു ഓഡ് ഫംഗ്ഷൻ ആണോ അയാളുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷനിൽ സൈൻ മാത്രമേ ഉള്ളൂ, സൈൻ ടേംസ് മാത്രമേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് കോൾഡ് സൈൻ സീരീസ് എക്സ്പാൻഷൻ. ഒരു ഈവൻ ഫംഗ്ഷൻ എടുത്താൽ അതിന്റെ അകത്ത് കോസ് ടേംസ് മാത്രമേ കാണത്തുള്ളൂ. therefore that is called a cosine series expansion. Done. അപ്പൊ ഞാൻ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വരുമ്പോൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മാത്രം കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ദാറ്റ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അയാളെ കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാൻ കഴിയും. അപ്പൊ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, കോംപ്ലക്സ് ഫോം ഓഫ് periodic function. Complex form of periodic function. Done. അപ്പൊ നമ്മൾ പീരിയോഡിക് ഫംഗ്ഷന്റെ കോംപ്ലക്സ് ഫോമിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നിങ്ങളിപ്പോ പീരിയോഡിക് ഫംഗ്ഷനെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതിയല്ലോ, സൈനും കോസും ഒക്കെ ഇൻവോൾവ് ആകുന്ന രീതിയിൽ എഴുതല്ലോ. ഇനി ഞാൻ ആ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ, അതായത് ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കോംപ്ലക്സ് നമ്പറുകൾ കൂടെ ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പാൻഷൻ എഴുതാൻ പോവുകയാണ്. കോംപ്ലക്സ് നമ്പർ കൂടെ ഇൻവോൾവ് ചെയ്യുന്ന എക്സ്പാൻഷനിലേക്ക് എഴുതാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിക്കാം, എന്താണ് കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ ആദ്യം എഴുതുന്ന സെന്റൻസ് നിങ്ങളൊന്ന് കാര്യമായിട്ട് നോക്കിക്കൊള്ളണം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണോ എന്നേ. വി നോ e raised to I theta is equal to cos theta plus I sin theta. ഇത് അറിയാവുന്നതാണോ? e raised to I theta is equal to cos theta plus I sin theta എന്നുള്ളത് ആർക്കെങ്കിലും അറിയാതെ ഉണ്ടോ? കണ്ടിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാലോ അല്ലേ? ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ. e raised to I theta is equal to cos theta plus I sin theta എന്ന് പറയുന്ന എക്സ്പാൻഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. e raised to I theta is equal to cos theta plus I sin theta. ഇത് കോംപ്ലക്സ് നമ്പറിൽ നിങ്ങൾ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം ആണ്. +2 ഇത് കണ്ടിട്ടുണ്ടാകണം. e raised to I theta equal to cos theta plus I sin theta. ഇനി ഇവിടെ നിന്ന് ഞാൻ എഴുതുന്നു which implies that cos theta is equal to e raised to I theta plus e raised to minus I theta divided by 2, and sin theta is equal to e raised to I theta minus e raised to minus I theta divided by 2i. ഈ രണ്ട് എക്സ്പാൻഷനിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ എഴുതിയത് cos theta sin theta, cos theta sin theta ഞാൻ ഇങ്ങനെ എഴുതിയാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കാം, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് അത് വന്നു എന്ന് ഞാൻ ആദ്യം ഒരു സെന്റൻസ് എഴുതി, അവിടെ നിന്നിട്ടാണ് ഞാൻ cos thetaക്കും sin thetaക്കും ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ എഴുതിയത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ല? നവ്യ
ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ആ, ഓക്കെ, ഡൺ. അപ്പൊ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. cos θ equal to e raised to i θ plus e raised to minus i θ by 2 and sin θ is equal to e raised to i θ minus e raised to i θ minus i θ by 2i by 2i. അപ്പൊ cos θയ്ക്കും sin θയ്ക്കും കോംപ്ലക്സ് നമ്പർ വെച്ചിട്ടുള്ള ഒരു എക്സ്പാൻഷൻ കിട്ടി. അപ്പോ ഇത് വെച്ചിട്ട് ഞാന് തീറ്റയ്ക്ക് പകരം cos n pi by lx cos n pi by lx. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താവും? തീറ്റയ്ക്ക് പകരം n pi by lx ആണേ. അപ്പൊ e raised to i into n pi by lx plus e raised to minus i into n pi by l തെറ്റിപ്പോയതാണേ. n pi by lx n pi by lx divided by 2. right? cos n pi by lx ന്റെ ഫോമാറ്റ് കിട്ടി. അതുപോലെ sin n pi by lx അപ്പൊ എന്താണ്? e raised to i θ, അപ്പൊ e raised to n pi by lx minus e raised to minus i θ i into n pi by lx divided by 2i. അപ്പൊ നമ്മൾ കോസിനും സൈനിനും എക്സ്പാൻഷൻ എഴുതി. നമ്മൾ എക്സ്പാൻഷൻ എഴുതിയിട്ടുണ്ട്. ശരി, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഇസ് f of x. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആ ഫോർമുല വീണ്ടും എഴുതുകയാണ്. a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an into എന്താണ് ഫോർമുല? an into ആർക്കെങ്കിലും പറയാമോ? a0/2 plus summation n equal to 1 to infinity an into cos n pi by lx. cos n pi by lx ആണ്. ഇവിടെ നോക്കുക, cos n pi by lx ന് പുതിയ വാല്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. e raised to i n pi by lx. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഇവിടെ ഇതിൽ പവറിൽ വരാനുള്ളതാണ്. ഞാനിത് എഴുതി കൂടെ വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോണം. i n pi by lx പ്ലസ് cos ആണ്. cos n pi by lx ആണ്. അപ്പൊ cosന്റെ വാല്യൂ കൊടുക്കണം. e raised to minus i n pi by lx the whole divided by 2. അപ്പൊ an into cos n pi by lx പ്ലസ് നെക്സ്റ്റ് സമ്മേഷൻ n is equal to 1 to infinity bn into sin n pi by lx ആണ്. sin n pi by lx നെ ദേ കിടക്കുന്നു. i n pi by lx minus e raised to minus i n pi by lx divided by 2i. കഴിഞ്ഞു. divided by 2i. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓക്കെ. ഈ സ്മോൾ എൽ ഞാൻ കൊടുക്കുന്നതിന് വരെ നിങ്ങൾക്ക് ക്യാപിറ്റൽ എൽ കൊടുക്കാം കേട്ടോ, പ്രശ്നമില്ല. ഞാൻ ഇതുവരെ ക്യാപിറ്റൽ എല്ലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ഒരു പഴയ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സ്മോൾ എൽ കൊടുത്തു പോകുന്നത്. ഐ തിങ്ക് നമുക്ക് എന്തായാലും സ്മോൾ ക്യാപിറ്റൽ എൽ കൊടുക്കാം കേട്ടോ. കാരണം ഐയുമായിട്ട് കൺഫ്യൂഷൻ വരുന്നുള്ളതുകൊണ്ട് അതൊരു അപകടമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊരു ക്യാപിറ്റൽ എൽ ആക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഐയുമായിട്ട് കൺഫ്യൂസ്ഡ് ആകും. അതൊരു ചെറിയ പ്രശ്നമാണ്. നമ്മളത് സ്വാഭാവികമായിട്ട് തെറ്റ് വരും. അതുകൊണ്ട് അതൊന്ന് ക്യാപിറ്റൽ എൽ ആക്കിയേക്കണേ. വേറൊന്നുമല്ല, നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ എഴുതി വരുമ്പോൾ നമ്മൾ അതങ്ങ് വിട്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞത്. മുകളിലൊരു ഐ കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് അത് വെട്ടിക്കളഞ്ഞാലോ? അതുകൊണ്ട് ഓക്കെ, ഡൺ. അപ്പൊ ഞാൻ എല്ലാം ആക്കിയിട്ടുണ്ട്. ഡൺ. ശരി, ഇനി അടുത്ത് ഞാൻ ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു a0/2 സമ്മേഷൻ n equal to 1/2 സമ്മേഷൻ n equal to 1/2 ആണ്. രണ്ട് സമ്മേഷനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സമ്മേഷൻ n equal to 1/2 കോമൺ ആയിട്ട് ഞാൻ എഴുതി. എന്നിട്ട് ഈ ആൾക്കാരെയൊക്കെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? an into e raised to i n pi by lx by 2. ഇനി ഇവിടെ ഞാൻ എന്താണ് ഇയാളെ എടുക്കാം. ഇയാളെ എടുക്കുമ്പോ പ്ലസ് bn into e raised to i n pi by lx
divided by 2i. ഇനി ഇയാളെ എടുക്കുമ്പോൾ plus an into e raised to minus I n pi by lx divided by 2. And finally ഇയാളെ into ഇയാളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ minus bn into e raised to minus I n pi by lx divided by 2i. Done. ഇത്രയേ ഉള്ളൂ. ഓക്കെ, done. ഇനി നെക്സ്റ്റ് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണ്, നോക്കിക്കൊള്ളണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ശ്രദ്ധിക്കുക. n equal to 1 to infinity. ഞാൻ ഇവിടെ an അതേപോലെ എഴുതുന്നു, ഒരു മാറ്റവും ഇല്ല. I n pi by l x divided by 2. ഇനി ഇവിടെ നോക്കുക, i ഡിനോമിനേറ്ററിലാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോ i ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അത് മൈനസ് ഐ ആകുമെന്ന് നിങ്ങൾക്കറിയാം. അതായത് 1/i is equal to minus i. 1/i is equal to minus i അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1/i is equal to minus i. 1/i is equal to minus i. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐയുടെ കൂടെ മൈനസ് ഐ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1 കിട്ടുന്നത്. അതായത് ഐന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് മൈനസ് ഐ. അതുകൊണ്ടാണ് 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആകുന്നത്. അത് നിങ്ങൾ +2 ശ്രദ്ധിച്ചിട്ടുണ്ടാകണം. അപ്പൊ അതുകൊണ്ട് ഈ കിടക്കുന്ന 1/i ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1/i എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലേക്ക് പോകും. അത് മൈനസ് ഐ ആയി മാറും. അപ്പൊ മൈനസ് ഐ ബി എൻ ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് എ എൻ ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ 2. ഇനി ഇവിടെയും ഒരു 1/i ഉണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോൾ മൈനസ് ഐ ആവും. ഒരു മൈനസ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് പ്ലസ് ഐ ഇൻറ്റു ബി എൻ ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് ഡൺ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ രണ്ട് ടേമിൽ നിന്നും ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് കോമൺ എടുക്കും. ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് ഞാൻ ഇവിടെ കോമൺ എടുക്കും. ഈ രണ്ട് ടേമിൽ നിന്ന് ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് കോമൺ എടുക്കും. ഈ ടേമിൽ നിന്ന് ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് കോമൺ എടുക്കും. ഇവിടെ ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് കോമൺ എടുക്കും, രണ്ടിടത്ത് നിന്നും. അപ്പൊ അത് കോമൺ എടുക്കുമ്പോൾ ഇത് സംഭവിക്കാൻ നോക്കാം. Therefore f of x is equal to ആദ്യത്തെ ആൾക്ക് ഒരു മാറ്റവും ഇല്ല, a0/2 പ്ലസ് summation n is equal to 1 to infinity. ഞാൻ പറഞ്ഞു ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് വേണം കോമൺ എടുക്കാൻ. അപ്പൊ ബാക്കി വരുന്ന ആദ്യത്തെ ടേമില് an/2 വരും. രണ്ടാമത്തെ ടേമില് മൈനസ് ഐ ബി എൻ ബൈ 2 വരും. അപ്പൊ an/2 മൈനസ് ഐ ബി എൻ ബൈ 2 ഇസ് ഈക്വൽ ടു an മൈനസ് ഐ ബി എൻ ബൈ 2 ഇൻറ്റു കോമൺ എടുത്ത എന്താണ് ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ്. നെക്സ്റ്റ് അടുത്ത ടേമിൽ നിന്ന് ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ കോമൺ എടുക്കാൻ പറഞ്ഞു. ആദ്യത്തെ ടേമിൽ an/2 കോമൺ കാണും. രണ്ടാമത്തെ ടേമിൽ മൈനസ് ബി എൻ കോമൺ, മൈനസ് ഐ ഇൻറ്റു ബി എൻ കോമൺ കാണും. രണ്ടാമത്തെ ടേമില് ഐ ബി എൻ ബൈ 2 കോമൺ കാണും. അപ്പോൾ ഇപ്പൊ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് an പ്ലസ് ഐ ബി എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആകും. പിന്നെ കോമൺ എടുത്തയാള് ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് ആണ്. കോമൺ എടുത്തയാള് ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് ആണ്. കഴിഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ കോമൺ എടുത്തത്. ഡൺ. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് വി വിൽ ടേക്ക് C0 is equal to a0/2. പുതിയ ഡെഫിനിഷൻ ആണ്. C0 എന്ന് പറയുന്നത് a0/2 എന്ന് എടുക്കും. അതിനുശേഷം Cn എന്ന് പറയുന്നത് an മൈനസ് ഐ ബി എൻ ബൈ 2 എടുക്കും. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ച n പോസിറ്റീവ് n ആണ്. ഇത് പോസിറ്റീവ് n ആണ്. താഴെ കിടക്കുന്ന സഫിക്സ് പോസിറ്റീവ് ആണ്. ഇനി താഴെ കിടക്കുന്ന സഫിക്സ് നെഗറ്റീവ് ആണെങ്കിലും c minus n, we will take this one an plus I bn by 2 as c minus n. കണ്ടല്ലോ, നൊട്ടേഷൻസ് ശ്രദ്ധിക്കുക പ്ലീസ്. അത് നൊട്ടേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക. നോക്കുക,
ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയ എ എൻ മൈനസ് ഐ ബി എൻ ബൈ 2 ഞാൻ സി എൻ എന്നാണ് എടുത്തത്. അതായത് നടുക്ക് മൈനസ് വരുന്നതിനെ സി എൻ പോസിറ്റീവ് സി എൻ എന്ന് തന്നെ എടുത്തു. നടുക്ക് പ്ലസ് വരുന്നതിനെയാണ് സി മൈനസ് എൻ എന്ന് എടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കുക. കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഈ എഫ് ഓഫ് എക്സിനെ ചെറുതായിട്ടൊന്ന് റീഡിഫൈൻ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് എ നോട്ട് ബൈ 2 സി നോട്ട് ആണല്ലോ, സി നോട്ട് പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി സി എൻ, ഇത് സി എൻ ആണ്, സി എൻ ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ്. ഇത് സി മൈനസ് എൻ ആണ്, അതുകൊണ്ട് പ്ലസ് സി മൈനസ് എൻ ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ്, എൻ പൈ ബൈ എൽ എക്സ്. സി എന്നും സി മൈനസ് എന്നും, സി എന്നും സി മൈനസ് എന്നും. കണ്ടല്ലോ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് ഒറ്റ കോമ്പിനേഷൻ ആയിട്ട് കൊടുക്കുന്നു. നോക്കുക, ഇവിടെ എന്നിന്റെ വേരിയേഷൻ 1 ടു ഇൻഫിനിറ്റി ആണ്, ഇവിടെ n പോസിറ്റീവ് ആണ്, അപ്പൊ 1 2 3 4 എക്സെട്ര പോകും. ഇവിടെ സി മൈനസ് എൻ ആണ്, അപ്പൊ ഇവിടത്തെ കോമ്പിനേഷൻ എങ്ങനെയാവും? സി മൈനസ് 1 സി മൈനസ് 2 സി മൈനസ് 3 സി മൈനസ് 4. അതായത് എല്ലാ ഇൻഡിജറും ഇവിടെ സഫിക്സിന്റെ ഫോമാറ്റിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് എക്സിനെ ഞാൻ കുറച്ചുകൂടെ കോമ്പാക്ട് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. അതായത് സമ്മേഷൻ n is equal to minus infinity to infinity, n is equal to minus infinity to infinity cn e raised to I n pi by l x എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. cn is equal to e raised to I n pi by l x എന്ന് ഞാൻ ഡിഫൈൻ ചെയ്തു. ഡൺ. കണ്ടല്ലോ, വളരെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സി നോട്ട് പ്ലസ് സി എൻ ഇൻറ്റു സംതിങ് പ്ലസ് സി മൈനസ് എൻ ഇൻറ്റു സംതിങ് ആണ് എഴുതിയത്. നിങ്ങൾ അവിടെ നോക്കുമ്പോൾ എന്നിന് വാല്യൂ കൊടുക്കുമ്പോൾ സിയുടെ സഫിക്സില് നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പോസിറ്റീവ് ഇൻറ്റിജേഴ്സും എല്ലാം വരും. പിന്നെ ദാ ഈ സൈഡിലുള്ള സീറോയിൽ കൂടെ വരും. അതും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് n is equal to minus infinity to infinity cn into e raised to I n pi by l x എന്ന് അയാൾ അങ്ങ് എഴുതി. cn into e raised to I n pi by l x എന്ന് അയാൾ എഴുതി കാര്യം കഴിഞ്ഞു. അപ്പോൾ this is the complex representation of Fourier series. ഡീറ്റെയിലിംഗ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടു സി എൻ എന്താണെന്ന്. സി എൻ ഇസ് ഈക്വൽ ടു എ എൻ മൈനസ് ഐ ബി എൻ ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു നിങ്ങളുടെ സി എൻ. എ എന്നിന്റെ ബി എന്നിന്റെ വാല്യൂ ഒക്കെ അറിയാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. 1/2 പുറത്തേക്ക് എടുക്കുന്നു. 1/2 പുറത്തേക്ക് എടുക്കുന്നു. എ എന്നിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, 1/l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ ബൈ എൽ എക്സ്, കോസ് എൻ പൈ ബൈ എൽ എക്സ്. അഗെയിൻ എൽ ക്യാപിറ്റൽ എൽ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ചിരുന്നതാണല്ലോ. 1/l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ ബൈ എൽ എക്സ്, എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ് മൈനസ് ഐ ഇൻറ്റു ബി എൻ. ഐ ഇൻറ്റു ബി എൻ ആണ്. ഐ ഇൻറ്റു ബി എന്നിന്റെ വാല്യൂ 1/l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ ബൈ എൽ എക്സ്, സൈൻ n pi by l x dx, n pi by l x dx കഴിഞ്ഞു. ഇതാണ് ഇയാളുടെ ഫോമാറ്റ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 1/l കോമൺ ആണ്, അയാളെ കൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1/2l ആകും. ഇന്റഗ്രൽ രണ്ടും സെയിം ആണ്. ഇന്റഗ്രൽ രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എടുക്കാൻ പറ്റും. ഇനി അവിടെ രണ്ടുപേരുടെ അകത്തും എഫ് ഓഫ് എക്സ് കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് നമുക്ക് കോമൺ ആയി പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇവിടെ ഉണ്ടാകുന്നത് കോസ് എൻ പൈ ബൈ എൽ എക്സും, ഇവിടെ ബാക്കി ഉണ്ടാകുന്നത് ഇവിടെ ഒരു ഐ ഉണ്ട്, മൈനസ് ഐ സൈൻ എൻ പൈ ബൈ എൽ എക്സ്. സൈൻ എൻ പൈ ബൈ എൽ എക്സ് ആണ്. ഇനി ബാക്കി ഡി എക്സ്. ഇതാണ് നമുക്ക് അവസാനം മിച്ചം ഉണ്ടാകുന്നത്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ്. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റയാണ് ദയ കിടക്കുന്നത്. അതായത് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ദിസ് ഇസ് ഗോയിങ് ടു ബി 1/2l ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ
f of x into this is going to be e raised to minus I n pi by lx. ഇത് ചേർന്നിട്ട് e raised to minus I n pi by lx dx ആവും. അപ്പൊ സി എന്നിന് നമ്മളെ എക്സ്പാൻഷൻ കിട്ടി. സി എൻ അവിടെ ഉപയോഗിച്ച കോൺസ്റ്റന്റ് എന്താണെന്നുള്ള എക്സ്പാൻഷൻ കിട്ടി. And this is your complex form of Fourier series expansion. This is the complex form of Fourier series expansion done. വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന Fourier series expansion തന്നെയാണ്. അവിടെ കോംപ്ലക്സിന്റെ കാര്യം ഇൻകോർപ്പറേറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പൊ ഞാനിത് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ഞാൻ പറയുന്നില്ല, മീൻസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, വെരി സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം, വെരി സിമ്പിൾ സ്റ്റെപ്സ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നത്. ഓക്കെ, ഡൺ. നൗ ഗോയിങ് ഫോർ എ പ്രോബ്ലം. ക്വസ്റ്റ്യൻ എഴുതാം. നേരത്തെ എഴുതിയ ക്വസ്റ്റ്യൻ തന്നെ. എക്സ്പാൻഡ് f of x is equal to 0 if minus pi less than x less than 0 and 1 if 0 less than pi less than 0 less than x less than pi. Less than x less than pi as Fourier series in complex form. അപ്പോ കോംപ്ലക്സ് ഫോം സംഭവം ഇതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ. നിങ്ങൾ കോംപ്ലക്സ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്താലും സാധാരണ നിങ്ങൾക്ക് അറിയാവുന്ന ഫോമാറ്റിൽ എക്സ്പാൻഡ് ചെയ്താലും നിങ്ങളുടെ ഫൈനൽ ആൻസർ സെയിം ആയി. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കോംപ്ലക്സ് ഫോമാറ്റിൽ ചെയ്താലും നിങ്ങൾ മറ്റേ നിങ്ങൾക്ക് ഇതുവരെ അറിയാവുന്ന ഫോർമാറ്റിൽ നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അതിന് വ്യത്യാസമൊന്നും വരില്ല. പക്ഷേ കോംപ്ലക്സ് ഫോമിൽ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് കോംപ്ലക്സ് എക്സ്പാൻഷൻ അല്ല എങ്കിൽ മാർക്ക് കുറയും. നിങ്ങൾ എടുക്കുന്ന കോംപ്ലക്സ് സീരീസ് എക്സ്പാൻഷന് കോംപ്ലക്സ് ആയിട്ട് തന്നെ അയാളെ എക്സ്പാൻഡ് ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും. ഉത്തരം കറക്റ്റ് ആയിരിക്കും, മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. കോംപ്ലക്സ് ഫോമാറ്റിലാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ കോംപ്ലക്സ് ഫോമാറ്റിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യണം, ശ്രദ്ധിക്കുക. ഓക്കെ, ഡൺ. മൂവിങ് ഓൺ. അപ്പൊ കോംപ്ലക്സ് ഫോമിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞു. കോംപ്ലക്സ് ഫോമിലെ എക്സ്പാൻഷന്റെ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. വി ക്യാൻ എക്സ്പാൻഡ് എ ഫംഗ്ഷൻ f of x is equal to f of x is equal to summation n is equal to minus infinity to infinity cn e raised to I n pi by lx. ഇതാണ് എക്സ്പാൻഷൻ. വേർ cn is equal to cn ന്റെ എക്സ്പാൻഷൻ നമ്മൾ കണ്ടു. ദാറ്റ് is going to be 1/2l integral minus l to l f of x e raised to minus I n pi by lx dx. ഇതാണ് cn ന്റെ ഫോർമുല. ഇതാണ്. ശരി, നമുക്കപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് cn കണ്ടുപിടിക്കാം. അതിന് മുമ്പ് l എന്താണെന്ന് വേണം. വളരെ ഓബ്വിയസ് ആണ്. മൈനസ് പൈ അപ്പർ ലിമിറ്റ് പൈ, ലോവർ ലിമിറ്റ് മൈനസ് പൈ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2l കിട്ടും. ഇവിടെ 2π ആണ് 2l. അതുകൊണ്ട് l എന്ന് പറയുന്നത് പൈ ആയിരിക്കും. വളരെ ഓബ്വിയസ് ആയിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് cn കണ്ടുപിടിക്കുന്നു. cn is equal to 1/2 into l വാല്യൂ നിങ്ങൾ കണ്ടു, പൈ ആണ്. integral minus pi to pi f of x e raised to I n pi by pi. l പൈ ആണ്. പൈ n pi by pi. പൈയും വെട്ടിപ്പോവും. അങ്ങനെ ബാക്കി മൈനസ് n x മാത്രമേ കാണത്തുള്ളൂ. കാരണം പൈയും പിന്നെ എല്ലും പൈ തന്നെയാണ്. അതുകൊണ്ട് അത് രണ്ടും വെട്ടിപ്പോയി. അപ്പൊ e raised to minus inx dx. ഫോർവേഡിങ് 1/2π ലിമിറ്റിലെ ഓരോടത്തും ഓരോ സ്വഭാവമാണ്. അപ്പൊ ഞാൻ -π to 0. f of x ന്റെ വാല്യൂ 0 ആണ്. 0 into e raised to minus inx dx.
പിന്നെ പ്ലസ് 0 to pi അവിടെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. 1 into e raised to minus inx dx. നെക്സ്റ്റ് which is equal to 1 by 2 pi. 1 by 2 pi ഇത് 0 ആണ്. ഇയാള് e raised to ഈ എക്സ്പോണൻഷ്യലിന്റെ ഇന്റഗ്രൽ നിങ്ങൾക്ക് അറിയാം, e raised to minus inx ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് മൈനസ് in ആണ്. അത് ഇട്ട് കൊടുത്തു. ലിമിറ്റ് 0 to pi. ലിമിറ്റ് 0 to pi. അപ്പൊ ഇയാളെ നമുക്ക് ചെയ്യുമ്പോൾ 1 by 2 pi എന്താണ് മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുക്കാം. in ഇവിടെ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ e raised to minus in pi, e raised to minus n pi minus lower limit e raised to minus in into 0 e raised to 0 done. e raised to 0 കിട്ടി. Therefore this is going to be minus n by 2 pi in. e raised to minus n pi നിങ്ങൾക്ക് അറിയാതെ എന്താണെന്ന്, cos n pi minus i into sin n pi. cos I theta e raised to minus I theta, e raised to minus I theta equal to cos theta minus I sin theta ആണ്. e raised to 0 1 ആണ്. അത് നിങ്ങൾക്കറിയാം. cos n pi എന്ന് പറയുന്നത് 0 ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. cos pi, cos 2 pi, cos 3 pi, സോറി cos അല്ല sin pi, sin 2 pi, sin 3 pi, sin 4 pi, sin minus pi, sin minus 2 pi എല്ലാം 0 ആണ്. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ, സൈനിന്റെ അകത്ത് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ കൊടുത്താൽ 0 ആയിരിക്കും കിട്ടുന്നത്. ഇത് 0 ആണ്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് മൈനസ് 1 by 2 pi in സോറി 2 pi in cos n pi minus 1 cos n pi minus 1. കുറച്ചുകൂടെ ഒന്ന് ഫാഷനബിൾ ആക്കാനായിട്ട് ഞാൻ എഴുതുന്നത് മൈനസ് അകത്തേക്ക് എടുക്കുകയാണ്. 1 by 2 pi in 1 minus cos n pi ഓക്കെ ഡൺ. അപ്പൊ ഇതാണ് നിങ്ങളുടെ cn. cn-നെ പറ്റി കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. കോസ് എന്നിന് നമുക്ക് 0 കൊടുത്തു നോക്കാം. 0 കൊടുത്തു, എന്നിന് 0. അപ്പൊ cos 0 വരുമല്ലോ. cos 0 1. എന്നിന് 1 കൊടുക്കാം. cos pi minus 1. ഇനി കോസിന് എന്നിന് 2 കൊടുക്കാം. cos 2 pi again 1. cos 3 pi minus 1. cos 4 pi 1. cos 5 pi minus 1 എന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 1ഉം minus 1ഉം ഓൾട്ടർനേറ്റീവ് ആയി വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു 1 by 2 pi in 1 minus cos n pi can be represented as minus 1 raised to n. കണ്ടല്ലോ, minus 1 raised to n. വെരി സിമ്പിൾ. അതായത് cos 0 minus 1 raised to 0 1. cos 1 into pi cos pi minus 1 raised to 1 minus 1. cos 2 pi അവിടെ 1 ആണ്. അപ്പൊ minus 1 raised to 2 minus 1 square 1. എല്ലാം ഓക്കെ ആണ്, പെർഫെക്റ്റ് പക്ക ഡൺ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ cn-ന്റെ വാല്യൂ. ഇതാണ്. cn is like this. ഓക്കെ, ഓൾസോ നമ്മൾ cn-ന്റെ വാല്യൂ കണ്ടുപിടിച്ചു. cn-ന്റെ വാല്യൂ കണ്ടുപിടിച്ചാലും c0-ന്റെ വാല്യൂ ഒന്ന് പ്രത്യേകിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്, തടി കേടാവില്ല. cn-ന്റെ അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ്, ഞാൻ വീണ്ടും പറയുന്നത് ശ്രദ്ധിക്കുക. cn-ന്റെ വാല്യൂ നമ്മൾ വളരെ സാഹസികമായി കണ്ടുപിടിച്ചു. cn കണ്ടുപിടിച്ചു. n-ന് 0 കൊടുത്താൽ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വരേണ്ട സംശയമാണ്, n-ന് 0 കൊടുത്താൽ c0 കിട്ടണ്ടേ? n-ന് 0 കൊടുത്താൽ c0 കിട്ടണ്ടേ? പ്രശ്നമാണ്, അത് സൂക്ഷിക്കുക. അത് മാത്രം സൂക്ഷിച്ചാൽ മതി. cn എല്ലാവരെയും തരും, c0യെ മാത്രം അയാളെ ഒന്ന് പേടിക്കണം, അയാളെ റിലൈ ചെയ്യരുത് c0 കണ്ടുപിടിക്കും. കാരണം നിങ്ങൾ നോക്കി, n-ന് ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആവുകയും അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെയും വരും. അപ്പൊ അതുകൊണ്ട് c0-നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് c0 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം a0/2. എല്ലാ ക്വസ്റ്റ്യനും c0-നെ പ്രത്യേകം ശ്രദ്ധിച്ചേ പറ്റും. c0 is equal to a0/2 ആണ്. ഇതില് 1/2 a0-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2/l
sorry. 1/L, sorry. 1/L integral minus L to L f of x dx. f of x dx. Therefore L value pi ആണ്. അപ്പോൾ 1/2 pi integral minus pi to pi ആണ്. അപ്പോൾ ഞാൻ ഡിവൈഡ് ചെയ്യുന്നു minus pi to 0 dx plus 0 to pi 1 dx. ഇത് കഴിഞ്ഞു. This will be 1/2 pi. ആദ്യത്തെ വാല്യൂ 0, രണ്ടാമത്തെ വാല്യൂ pi. Therefore this is going to be 1/2. നിങ്ങൾ നോക്കുക, a0നെ c0ന്റെ അവിടെ n-ന് 0 കൊടുത്ത് കണ്ടുപിടിച്ച് കളയാമെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ആവും. പക്ഷെ എത്ര സിമ്പിൾ ആയിട്ട് c0 ഇവിടെ കിട്ടിയെന്ന് നോക്കുക. That is 1/2. Therefore cn is equal to 1/2 pi i 2 pi ni 1 minus minus 1 raised to n if n not equal to 0 and 1/2 if n is equal to 0 and 1/2 n is equal to 0. കഴിഞ്ഞു. 1/2 n is equal to 0. Done. അപ്പോൾ ഇതാണ് നിങ്ങളുടെ cn വാല്യൂ ഇതാണ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം, which is equal to summation n is equal to minus infinity to infinity cn e raised to I n pi by lx. I n pi by lx l pi ആണ്. l പൈയും വെട്ടി പോവും. l pi തന്നെയാണ്. അപ്പോൾ this is equal to summation n is equal to minus infinity to infinity cn e raised to inx. Okay, cn ന്റെ വാല്യൂ ആണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. cn ന്റെ വാല്യൂ മുകളിൽ എഴുതിയിട്ടുണ്ട്. we are done. വളരെ എളുപ്പമാണ്. അവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്കത് കിട്ടും. ഓക്കെ, ശരി. അപ്പോൾ അതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് അത് എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. അതിന് പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടുതൽ പ്രോബ്ലം നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് Parsevals theorem. അല്ലെങ്കിൽ or else called the completeness theorem. Completeness theorem എന്താണ് പറയുന്നത്? അതായത് അവൾ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആവറേജ് വാല്യൂ of a periodic function average value of square of periodic function in the interval minus L to L is ഒരു പീരിയോഡിക് ഫംഗ്ഷന്റെ സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ. അതായത് ഞാൻ എഴുതുകയാണ്, പീരിയോഡിക് ഫംഗ്ഷൻ f of x ആണ്. അയാളുടെ സ്ക്വയർ, അയാളുടെ ആവറേജ് വാല്യൂ -L to L വരെയുള്ള അയാളുടെ ആവറേജ് വാല്യൂ, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡിവൈഡഡ് ബൈ വാട്ട് എവർ ദ ലെങ്ത് ഓഫ് ദ ഇന്റർവൽ, അതാണ് 2l. L മൈനസ് L ചെയ്യുമ്പോൾ 2l ലെങ്ത് ഓഫ് ദ ഇന്റർവൽ കിട്ടും. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആവറേജ് വാല്യൂ ഓഫ് സ്ക്വയർ ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ദിസ് ഇസ് ഈക്വൽ ടു, ഇയാളുടെ വാല്യൂ എന്ന് പറയുന്നത് a0/2 the whole square plus 1/2 into summation n is equal to 1 to infinity an square plus 1/2 summation n is equal to 1 to infinity bn square. ഇതാണ് പാർസെവൽസ് തിയറം, അഥവാ നിങ്ങളുടെ പറഞ്ഞ കംപ്ലീറ്റ്നെസ് തിയറം. ഇതാണ്
പാർസിവൽസ് തിയറം അഥവാ കംപ്ലീറ്റ്നെസ് തിയറം എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരനാണ്. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ, ഇവിടെ പറയാൻ ഇത്രേ ഉള്ളൂ. പാർസിവൽസ് തിയറം പറയുന്നത് ഈ ഒരു കാര്യമാണ്. പക്ഷെ അത് മാത്രം പോരാ, ഇതെങ്ങനെ വന്നു എന്നും കൂടെ അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് എങ്ങനെ വന്നു എന്നറിഞ്ഞാൽ മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർമുല. ആവറേജ് വാല്യൂ ഓഫ് സ്ക്വയർ ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ -L to L. അതിന്റെ ഫോർമുലയാണ് നിങ്ങൾ ഈ കണ്ടത്. a0/2 the whole square summation n is equal to 1 to infinity an square by 2 plus summation equal to 1 to infinity bn square by 2. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്ന് നോക്കാം. ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ -L to L ആണെങ്കിൽ നമുക്കറിയാം, we know അയാളെ നമുക്ക് f of x എന്ന് പറയുന്ന ആ ഫംഗ്ഷനെ നമുക്ക് a0/2 plus summation n is equal to 1 to infinity an into cos n pi by lx dx lx plus summation n is equal to 1 to infinity bn into sin n pi by lx dx lx അത്രേ ഉള്ളൂ. ഇതായിരിക്കും ഒരു പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന രീതി. ഞാൻ ഇവിടെ രണ്ട് സൈഡിലും എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് അതിനുശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ഇയാളെ. ഇന്റഗ്രേറ്റ് ഫ്രം -L to L. എന്തൊക്കെയാണ് ചെയ്തത് നോക്കുക. ഇയാളെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എഫ് ഓഫ് എക്സ് വെച്ചിട്ട്, എന്നിട്ട് അതിനുശേഷം -L to L വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇടേണ്ട ഫോം ഇട്ട് പോകും. ഒരു കാര്യം കൂടെ ചെയ്യുന്നു ആൻഡ് ഡിവൈഡ് ബൈ 12 കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, -L to L ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഡിവൈഡ് ബൈ 12. ശരി, അപ്പൊ എല്ലാം നമുക്ക് ചെയ്യാമേ. അപ്പൊ ഈ സൈഡ് എഫ് ഓഫ് എക്സിന്റെ ഈ സൈഡ് ഞാനൊരു എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അയാള് എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആകും. എന്നിട്ട് ഇയാളെ -L to L ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് 1/2L കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നമുക്ക് അതേ കാര്യം ഇവിടെ ചെയ്യാം. ഇസ് ഈക്വൽ ടു a0/2 കോൺസ്റ്റന്റ് ആണ്. പുറത്തേക്ക് എടുത്തു. എന്തൊക്കെയാണ് പറഞ്ഞത്? എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? -L to L ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് 1/2L കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാം ചെയ്തു. a0/2 is equal to 1/2L integral -L to L f of x dx. ശരി, ഇനി അടുത്ത ടേമിന് ചെയ്യാം. സമ്മേഷൻ ഇന്റഗ്രേഷൻ സമ്മേഷന്റെ ഇടയിൽ ചെയ്യാൻ പറ്റും, അത് പ്രശ്നമില്ല. an ഒരു കോൺസ്റ്റന്റ് ആണ്. എന്ത് ചെയ്യണം? എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. -L to L ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് 2L കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സിമിലർലി this is going to be summation n is equal to 1 to infinity bn കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട. എന്നിട്ട് എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആരെ അവിടെ കിടക്കുന്നത്? സൈൻ ആണ്. സൈൻ എഫ് ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. sin n pi by lx dx -L to L ഇന്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് 2L കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാര്യം കഴിഞ്ഞു. ഓക്കെ, ഡൺ. ശരി, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഫോർമുല ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 1/L ഇന്റഗ്രൽ -L to L f of x dx എന്ന് പറയുന്നത് 1/L ഇന്റഗ്രൽ -L to L f of x dx എന്ന് പറയുന്നത് a0 ആണ്. 1/L ഇന്റഗ്രൽ -L to L f of x dx എന്ന് പറയുന്നത് a0 ആണ്. അപ്പോ a0/2 ഓൾറെഡി ഉണ്ട്. പുതിയത് വെച്ചിട്ട് a0 വന്നു. പിന്നെ ഒരു ഡിവൈഡഡ് ബൈ 2 കൂടെ ഉണ്ട്. അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 പ്ലസ്
summation n is equal to 1 to infinity an into 1 by 2l integral minus l to l f of x cos n pi by lx dx എന്ന് പറയുന്നത് നിങ്ങളുടെ an തന്നെയാണ്. നിങ്ങളുടെ an തന്നെയാണ് ഈ കിടക്കുന്നത്. Similarly, plus summation also by 2 കൊണ്ട് 1 by l ആണ്. 1 by l integral minus l to l f of x cos n pi by lx dx ആണ് നിങ്ങളുടെ an. ഒരു by 2 ഉണ്ട് അവിടെ കേട്ടോ, ഞാൻ വിട്ടുപോയതാണ്, by 2 ഉണ്ട്. ഇനി similarly n is equal to 1 to infinity, n is equal to 1 to infinity bn into 1 by l integral minus l to l f of x എന്ന് പറയുന്നത് നിങ്ങളുടെ bn തന്നെയാണ്. bn തന്നെയാണ്, പിന്നെ ഒരു by 2 കൂടെ ഉണ്ട്. Therefore final formula, this will be equal to 1 by 2l integral minus l to l f of x the whole square dx, that is average value of square of a periodic function over the interval minus l to l is equal to a0 by 2 into a0 by 2, that is a0 by 2 the whole square plus summation n is equal to 1 to infinity an the whole square divided by 2, an the whole square divided by 2 plus summation n is equal to 1 to infinity bn the whole square divided by 2, bn the whole square divided by 2. We are done. ഇത്രയേ ഉള്ളൂ പാർസെവൽസ് തിയറം. പാർസെവൽസ് തിയറം പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്, വളരെ സിമ്പിൾ ആണ്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആണല്ലോ പാർസെവൽ തിയറം ഒരു എന്താണ് ഇമ്പോർട്ടന്റ് ആണ്, പേര് നെയിം ഉള്ള തിയറം ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പാർസെവൽ തിയറം പറയുന്നത് ഇത്രേ ഉള്ളൂ, എന്താണ് ആവറേജ് വാല്യൂ സ്ക്വയർ ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഓവർ ദ ഇന്റർവൽ മൈനസ് l to n, that is a0 by 2 the whole square plus 1 by 2 into summation an square plus 1 by 2 into summation bn square. Done. ഓക്കെ, ഒരു വേരിയന്റ് കൂടെ ഉണ്ട് പാർസെവൽ തിയറത്തിന്, ഒരു വേരിയന്റ് കൂടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എളുപ്പമാണ്, അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതുപോലെ തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താണ് ആ വേരിയന്റ് എന്ന് ഇവിടെ നോക്കാം. നമ്മളിവിടെ ചെയ്തതൊന്നുമില്ല, ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷനിൽ ചില കോംപ്ലക്സ് നമ്പറും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ആളെ ഒന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എഴുതി വന്നു ആദ്യം കോംപ്ലക്സ് ഫോമാറ്റ്, എന്നിട്ട് അതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പാർസെവൽ തിയറത്തിൽ ചെയ്തത്. അതുപോലത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പാർസെവൽ തിയറത്തിന്റെ വേരിയന്റിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അതായത് പാർസെവൽ തിയറത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോംപ്ലക്സ് നമ്പറിനെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. കോംപ്ലക്സ് നമ്പറിനെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. അതായത് ഇയാളുടെ വേരിയന്റ് പറയുന്നത് എന്താണെന്ന് നോക്കുക. They say that average value of f of x ന്റെ മോഡുലസിന്റെ സ്ക്വയർ, സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ മൈനസ് l to l 1 by 2l എന്ന് പറയുന്നത് which is equal to summation minus infinity to infinity modulus cn square ആണെന്ന്. കോംപ്ലക്സിലുള്ള കോഎഫിഷ്യന്റ് ആണ് cn. കോംപ്ലക്സിലുള്ള കോഎഫിഷ്യന്റ് മോഡുലസിന്റെ സ്ക്വയർ ആണ്. മോഡുലസിന്റെ സ്ക്വയറിന്റെ ഫംഗ്ഷന്റെ മോഡുലസിന്റെ സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ എന്നാണ് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വേരിയന്റ്. കോംപ്ലക്സ് ഫോമാറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേരിയന്റ് ആണ് ഇയാൾ. പ്രശ്നമൊന്നുമില്ല. ഇതും പാർസെവൽ തിയറം തന്നെയാണ് കേട്ടോ. ഇതും പാർസെവൽ തിയറം ആയിട്ട് തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. പാർസെവൽ തിയറം നല്ല മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ട് സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളുമാണ് താൻ. രണ്ടും ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാണ് താൻ. കണ്ടല്ലോ, 1 by 2l ഇന്റഗ്രൽ മൈനസ് l to l മോഡുലസ് ഓഫ് f of x the whole square dx. അതായത് മോഡുലസ് ഓഫ് f of x the whole സ്ക്വയറിന്റെ ആവറേജ് വാല്യൂ ഇൻ ദ ഇന്റർവൽ മൈനസ് l to l ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഡൺ. ശരി, അപ്പൊ നമുക്ക് നേരെ പ്രൂഫിലേക്ക് കിടക്കാം. കോംപ്ലക്സ് ഫോമാറ്റ് ഓഫ് എ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് f of x is equal to summation minus infinity to infinity cn into e raised to in pi by lx. കണ്ടല്ലോ, എളുപ്പം. ഞാൻ ഇവിടെ നിന്ന് ഈ പുള്ളിക്കാരന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. നിങ്ങൾക്ക് കോൺജുഗേറ്റ് എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. a പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് a മൈനസ് ഐ ബി ആണ്. e റൈസ് ടു ഐ തീറ്റയുടെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് e റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു.
എ പ്ലസ് ഐ ബിയുടെ കോൺജുഗേറ്റ് എ മൈനസ് ഐ ബി ആണ്. ഇ റൈസ് ടു ഐ തീറ്റയുടെ കോൺജുഗേറ്റ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്. കണ്ടല്ലോ. ശരി, അപ്പൊ ഞാൻ കോൺജുഗേറ്റ് എടുക്കുകയാണ്. കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഓരോ ടേം ബൈ ടേം കോൺജുഗേറ്റ് എടുത്താൽ മതിയാകും. അതൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. therefore മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി എൻ കോൺജുഗേറ്റ് പിന്നെ ഇ റൈസ് ടു ഐ തീറ്റയുടെ കോൺജുഗേറ്റ് ഇ റൈസ് ടു ഐ തീറ്റയുടെ കോൺജുഗേറ്റ് ഇ റൈസ് ടു മൈനസ് ഐ എൻ പൈ ബൈ എൽ എക്സ് ഇ റൈസ് ടു മൈനസ് ഐ ഇ റൈസ് ടു എൻ പൈ ബൈ എൽ എക്സ് കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, അപ്പോൾ എഫും എഫ് കോൺജുഗേറ്റും നമ്മൾ എഴുതി. ഇനി ശരി, ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ ഇക്വേഷൻ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഞാൻ അവിടെ രണ്ട് സൈഡും എഫ് ബാർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്യുന്നു മൈനസ് എൽ ടു എൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് ഡിവൈഡ് ബൈ 12. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. എഫ് ബാർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇന്റഗ്രേറ്റ് ചെയ്യുന്നു മൈനസ് എൽ ടു എൽ വരെ, എന്നിട്ട് ഡിവൈഡ് ചെയ്യുന്നു 2/L. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സൈഡിൽ ഫസ്റ്റ് ഇക്വേഷന്റെ ഈ സൈഡിൽ ആദ്യം എഫ് ഓഫ് എക്സ് ആയിരുന്നു. അടുത്ത നമ്മൾ അയാളെ എഫ് ബാർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് എൽ ടു എൽ ഇന്റഗ്രേറ്റ് ചെയ്തു, എന്നിട്ട് 1/2L കൊണ്ട് ഡിവൈഡ് ചെയ്തു. സിമിലർലി വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n is equal to എഴുതണ്ട, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn കോൺജുഗേറ്റ് അല്ല, cn ഒരു കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, എഫ് ബാർ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഇ റൈസ് ടു എൻ പൈ ബൈ എൽ എക്സിനെ, എന്നിട്ട് മൈനസ് എൽ ടു എൽ അയാളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, എന്നിട്ട് 1/2L കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമ്മൾ അയാളെ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ചെയ്തത്. ഓക്കെ, cn ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ബാർ ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. നൗ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് എഫ് ബാർ ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് ആണ്. അപ്പോ നിങ്ങളിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സി എന്നിന്റെ ഫോർമുല. ഞാൻ സി എന്നിന്റെ ഫോർമുല ഒന്നും കൂടെ എഴുതാം, സൈഡിൽ എഴുതാം. സി എൻ ഇസ് ഈക്വൽ ടു 1/2L, മറന്നുപോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. സി എന്നിന്റെ ഫോർമുല 1/2L ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ഓഫ് എക്സ് ഇ റൈസ് ടു മൈനസ് എൻ പൈ ബൈ എൽ എക്സ് ആണ്. ഇതാണ് സി എന്നിന്റെ ഫോർമുല. ഈ പുള്ളിക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ സി എൻ കോൺജുഗേറ്റിന്റെ ഫോർമുല, രണ്ട് സൈഡ് കോൺജുഗേറ്റ് എടുത്തല്ല, സി എൻ കോൺജുഗേറ്റിന്റെ ഫോർമുല 1/2L എന്ന് പറയുന്ന റിയൽ നമ്പർ ആണ്. എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത് ആണല്ലോ, അതുകൊണ്ട് അത് റിയൽ നമ്പർ ആയിരിക്കും. അവിടെ നമ്മളൊന്നും കോൺജുഗേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മൈനസ് എൽ ടു എൽ അകത്തേക്ക് കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇത് എഫ് ബാർ ഓഫ് എക്സ് ആകും. ഇവിടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയുടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇ റൈസ് ടു ഐ തീറ്റയാവും. ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയുടെ കോൺജുഗേറ്റ് എടുക്കുമ്പോൾ ഇ റൈസ് ടു ഐ തീറ്റയാവും. ഇതാണ് സാധനം. അതായത് ദേ കിടക്കുന്നില്ലേ, ഇന്റഗ്രൽ മൈനസ് എൽ ടു എൽ എഫ് ബാർ ഓഫ് എക്സ് ഇ റൈസ് ടു ഐ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. അത് നിങ്ങളുടെ സി എൻ കോൺജുഗേറ്റ് ആണ്. ഡിവൈഡഡ് ബൈ 2L ഉണ്ട് സി എൻ കോൺജുഗേറ്റ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എഴുതുന്നു വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി cn ഇൻറ്റു സി എൻ കോൺജുഗേറ്റ്. അത് സൈഡിൽ മാർക്ക് ചെയ്തേക്കാണ്. cn ഇൻറ്റു സി എൻ കോൺജുഗേറ്റ്. ഈ ഇരിക്കുന്നത് സി എൻ കോൺജുഗേറ്റ് ആണ്. ഓക്കെ, ഡൺ. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. Z into Z conjugate is equal to modulus of Z square. കോംപ്ലക്സ് പഠിക്കുന്നതാണ്. Z into Z conjugate is equal to modulus of Z square. Therefore, അത് ഇവിടെ ഉപയോഗിക്കുമ്പോൾ 1/2L integral minus L to L f of x into f bar of x is modulus of f of x the whole square dx.
modulus of f of x the whole square dx, which is equal to summation minus infinity to infinity cn into cn conjugate is modulus of cn the whole square. Modulus of cn the whole square, hence proved. 3-4 സ്റ്റെപ്പേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. which is equal to summation minus infinity to infinity modulus of cn square. Modulus of cn square. വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഇന്ന് പഠിപ്പിച്ചതെല്ലാം വളരെ എളുപ്പവും പക്ഷെ വളരെ ഇമ്പോർട്ടന്റും ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ആദ്യം പഠിപ്പിച്ചത് എഫ് ഓഫ് എക്സ് ഓഡ് ആവുമ്പോഴും എഫ് ഓഫ് എക്സ് ഈവൻ ആകുന്നതും എന്ന് പറയുന്നത് വേറെ രീതിയിൽ പറയുന്ന ഒരു മെക്കാനിസമാണ്. വേറെ രീതിയിൽ അയാൾ ഓഡാണ്, അയാൾ ഈവൻ ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്പാൻഷൻ ആണ് എന്ന് പറയുന്ന മറ്റൊരു എക്സ്പാൻഷൻ. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കും എക്സ്പാൻഡ് ഇൻ സൈൻ സീരീസ്, എക്സ്പാൻഡ് ഇൻ കോസ് സീരീസ്. എക്സ്പാൻഡ് ഇൻ സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഓഡാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ അതുകൊണ്ട് ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുക. കൊസൈൻ സീരീസ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈവൻ ആണ്, ആ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തേക്കുക. ഡൺ. പിന്നെ പഠിച്ചത് കോംപ്ലക്സ് ഫോം. കോംപ്ലക്സ് ഫോം എങ്ങനെ വന്നു എന്ന് വളരെ സിമ്പിളായി നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു ചെറിയ കുടുക്കുണ്ട്, സി എന്നും സി മൈനസ് എന്നിന്റെ ഫോമില. ആ ഒരു കുടുക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞു. അതിനുശേഷം ഞാനൊരു എക്സാമ്പിൾ ചെയ്തു, വാട്ട് എവർ. ആ എക്സാമ്പിളിൽ ഞാനൊരു പ്രത്യേകത പറഞ്ഞു തന്നിരുന്നു. എന്താണ് കോംപ്ലക്സ് ചോദിച്ചാൽ കോംപ്ലക്സ് തന്നെ ചെയ്യണം. സാധാരണ ഒന്നും ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കോംപ്ലക്സ് ചെയ്യണമെങ്കിൽ കോംപ്ലക്സ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേത് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പിന്നെ പാർസിവൽസ് തിയറം. എന്താണ് പാർസിവൽസ് തിയറം പറയുന്നത്? പാർസിവൽസ് തിയറം പറയുന്നത് ആവറേജ് വാല്യൂ ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ -l to l is equal to a0 by whole square plus 1/2 into summation an square plus 1/2 into summation bn square. അടുത്ത എന്താണ് പാർസിവൽസ് തിയറത്തിന്റെ ഒരു വേരിയന്റ് ആണ് പറയുന്നത്. അതായത് എന്താണ് ആവറേജ് വാല്യൂ ഓഫ് മോഡുലസ് സ്ക്വയർ ഓഫ് എ ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവൽ -l to l is equal to summation modulus of cn square. Modulus of cn square. ഇതാണ് കാര്യം. ഇതാണ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചത്. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. പക്ഷെ തെറ്റാം, അശ്രദ്ധ കൊണ്ട് തെറ്റാം, അശ്രദ്ധ കൊണ്ട് തെറ്റാം. ഓക്കെ, ഡൺ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒരു പ്രോബ്ലവും കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം. ഈ പ്രോബ്ലവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇന്ന് പഠിപ്പിച്ചത് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കാര്യമായിട്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. obtain the Fourier series expansion. The Fourier series expansion. Fourier series expansion for y is equal to x square. Y is equal to x square in minus pi less than x less than pi. Minus pi less than x less than pi. Also reduce എന്ന് എഴുതണ്ട. also show that 1 by 1 raised to 4 plus 1 by 2 raised to 4 plus 1 by 3 raised to 4 plus 1 by 4 raised to 4 plus etc. is equal to pi raised to 4 by 90. 1 by 1 raised to 4 plus 1 by 2 raised to 4 plus 1 by 3 raised to 4 plus 1 by 4 raised to 4 is equal to pi raised to 4 by 90. Pi raised to 4 by 90. കണ്ടല്ലോ, ഇതാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ളത്. obtain the Fourier series expansion for y is equal to x square and also show that this one. y is equal to x square ന്റെ Fourier series expansion ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം. y is equal to x square ന്റെ Fourier series expansion ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾക്ക് വിട്ടു തന്നേക്കുകയാണ്, നിങ്ങൾക്കത് വിട്ടു തന്നേക്കുകയാണ്, ഞാനത് ചെയ്യത്തില്ല. ഇനി ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും അവസാനത്തെ കാര്യം മാത്രമാണ്. ഓൾസോ ഷോ ദാറ്റ് എന്ന് പറയുന്ന ആ അവസാനത്തെ കാര്യം. അതിൽ ഏകദേശം Fourier series expansion വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ചെയ്യും. ഓക്കെ, ആ പ്രശ്നമില്ല. അപ്പൊ ഞാൻ എന്തായാലും Fourier series expansionന്റെ കാര്യം നിങ്ങൾക്ക് വിട്ടു തന്നേക്കെയാണ്, ബാക്കി ഞാൻ ചെയ്യാൻ പോവാണ്. ആൻസർ by Parsevals theorem. By Parsevals theorem. Parsevals theorem അനുസരിച്ച്, Parsevals theorem അല്ലെങ്കിൽ completeness theorem അനുസരിച്ച് ആവറേജ് വാല്യൂ ഓഫ്
square of a periodic function in the interval minus L to L minus L to L is equal to a naught by 2 the whole square, a naught by 2 the whole square plus 1 by 2 into summation n is equal to 1 to infinity an square plus 1 by 2 summation n is equal to 1 to infinity bn square. ഇതാണ് നിങ്ങളുടെ പാർസിവൽസ് തിയറം പറയുന്നത്. ശരി, പാർസിവൽസ് തിയറം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട കമ്പോണൻസിനെ എല്ലാം ഞാൻ കണ്ടുപിടിക്കാൻ പോവുകയാണേ. ആദ്യം തന്നെ ഞാൻ റൈറ്റ് സൈഡിലുള്ള 1/2L ഇന്റഗ്രൽ മൈനസ് L to L f of x the whole square dx നെ കണ്ടുപിടിക്കാൻ പോവാണ്. f of x എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, x സ്ക്വയർ ആണ്, y = x സ്ക്വയർ ആണ് നിങ്ങളുടെ f of x. ഇന്റർവെൽ -π to π ആണ്. അപ്പൊ L ന്റെ വാല്യൂ π ആണ്. വളരെ വ്യക്തമായിട്ട് കാണാവുന്നതേ ഉള്ളൂ, അതൊന്നും ഞാൻ വീണ്ടും എഴുതുന്നില്ല. Therefore this is equal to 1/2π integral -π to π x square the whole square. f of x the whole square ആണല്ലോ, x square the whole square dx. ഇന്റഗ്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം, x raised to 4 ആണ്. x raised to 4 ന്റെ ഇന്റഗ്രൽ x raised to 5/5 ആണ്. ലിമിറ്റ് -π to π. അപ്പോ ലിമിറ്റ് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1/2π. 5 raised to 5 is π raised to 5 minus π raised to 5 that is going to be -π raised to 5. നെഗറ്റീവ് വരും, divided by 5. നെഗറ്റീവ് കൂടെ പ്ലസ് ആകും. Therefore this is going to be 1/2π 2 into π raised to 5 divided by 5. 2 ും വെട്ടിപ്പോവും, പൈയും വെട്ടിപ്പോവും, ഇവിടെ 4 ആവും. അങ്ങനെ അവസാനം π raised to 4/5 എന്ന് കിട്ടും. π raised to 4/5 കണ്ടല്ലോ, ആദ്യത്തെ കമ്പോണന്റ് കിട്ടി. ഇനി നെക്സ്റ്റ് a0/2 the whole square ആയിരുന്നല്ലോ. അപ്പൊ ഞാൻ a0നെ മാത്രം കണ്ടുപിടിക്കുന്നേ. a0ന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, 1/L ഇന്റഗ്രൽ -L to L f of x dx. Therefore L value π ആണ്. 1/π ഇന്റഗ്രൽ -π to π f of x x² ആണ്, x² dx. സോ നമ്മളത് എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. x² ഇന്റഗ്രൽ എന്ന് പറയുന്നത് x² ഇന്റഗ്രൽ x³/3 ആണ്. ലിമിറ്റ് -π to π. Deducing we will get a 1/π π raised to cube plus π raised to cube, അതായത് -π³ ആവും, -π³ ആവും, അത് പ്ലസ് ആകും, divided by 3. Therefore this is going to be 1/2π cube divided by π into 3π. പൈയും വെട്ടിപ്പോവും, 2 ആവും. Therefore final answer 2π²/3. a0ന്റെ വാല്യൂ കിട്ടി. 2π²/3. കണ്ടോ, ഞാൻ ഫൊറിയർ സീരീസ് എക്സ്പാൻഷനിലൊക്കെ a0 കണ്ടുപിടിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഇവിടെ തന്നെ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. a0 കണ്ടുപിടിച്ചു. നെക്സ്റ്റ് an വേണം. an കൂടെ നമ്മുടെ ആ ഫോർമുലയിലുണ്ട്, പാർസിവൽസ് തിയറത്തിലുണ്ട്. അപ്പൊ an കണ്ടുപിടിക്കണം. an-ന്റെ ഫോർമുല ഏതാണ്? an is equal to 1/L ഇന്റഗ്രൽ -L to L f of x cos nπ/Lx dx. അപ്പൊ അത് ചെയ്യുന്നു. എന്താണ്? L-ന്റെ വാല്യൂ π ആണ്. L-ന്റെ വാല്യൂ π കൊടുത്തു. ഇന്റഗ്രൽ -π to π. ഫംഗ്ഷന്റെ വാല്യൂ x² ആണ്, x² cos nπ/π. പൈയും വെട്ടിപ്പോവും. cos nx dx. കാണല്ലോ, സിമ്പിൾ. അപ്പൊ ഇനി നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. 1/π ഞാൻ കോമൺ എടുക്കുകയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഡൺ. അപ്പോ എക്സ്പാൻഡിങ് വി വിൽ ഗെറ്റ് x² sin nπ/nπ minus 2/π minus 2π/n
2 by n pi. 2 കോമൺ എടുത്തു, 1 by pi വന്നു, n കോമൺ എടുത്തു. ഇനി ബാക്കി x into cos n x ആണ് കിടക്കുന്നത്. x into cos n x നെ ഇന്റഗ്രേറ്റ് ചെയ്യണം. മനസ്സിൽ വേണേ, ഞാനത് മൊത്തം എഴുതുന്നില്ല. x into cos n x നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ x into cos n x നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. അയ്യോ ഒരു ചെറിയ തെറ്റ് പറ്റി. ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. കോസിന്റെ ഇന്റഗ്രൽ ആണ് നമുക്ക് വേണ്ടത്, സൈൻ ആണ് കേട്ടോ. കോസിന്റെ ഇന്റഗ്രൽ ആണ് അവിടെ വേണ്ടിയിരുന്നത്, സൈൻ ആണ്. അത് ഞാൻ ഇടാൻ വിട്ടുപോയി, മാർക്ക് സൈൻ എൻ എക്സ്. ഓക്കെ ഡൺ. ഫസ്റ്റ് ഫംഗ്ഷൻ into ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സൈൻ എൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ആണ്. മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ് ആകും. അങ്ങനെ സൈൻ എൻ എക്സ് ബൈ എൻ. സോറി സൈൻ അല്ല, കോസ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. ആ മൈനസും മൈനസും കൂടെ ഇവിടെ പ്ലസ് ആകും. ഡെഡ്യൂസിങ്, വീണ്ടും ഡെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും an is equal to എന്താണ് എക്സ് സ്ക്വയർ സൈൻ എൻ എക്സ് ബൈ എൻ പൈ. സൈൻ എൻ എക്സ് ബൈ എൻ പൈ. സെക്കൻഡ് വൺ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അത് രണ്ടും കൂടെ ചേർന്ന് പ്ലസ് ആകും. അപ്പോ നമുക്ക് കിട്ടുന്നത് പ്ലസ് 2x by pi into n square. 2x by pi into n square cos n x. പിന്നെ കോസിന്റെ ഇന്റഗ്രൽ ചെയ്യാനുണ്ട്, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. therefore that will be going to minus 2 by pi n cube. കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണ്, സൈൻ n x. സൈൻ n x by n ആണ്, അതുകൊണ്ടാണ് ഇവിടെ n ക്യൂബ് ആയത്. കഴിഞ്ഞില്ല, ലിമിറ്റ് കൊടുക്കേണ്ടതുണ്ടായിരുന്നു, അത് നമ്മൾ മറന്നുപോയതാണ്. മൈനസ് പൈ ടു പൈ ലിമിറ്റ്. അപ്പൊ ഇനി ലിമിറ്റ് കൊടുക്കാം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. ദാറ്റ് ഇസ്, ഞാൻ എല്ലാം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സൈനിന്റെ ടേം കണ്ടോ, ഈ രണ്ടെണ്ണം അവിടെ അപ്പർ ലിമിറ്റ് എൻ പൈ കൊടുത്താലും ലോവർ ലിമിറ്റ് മൈനസ് എൻ പൈ കൊടുത്താലും 0 ആയിരിക്കും. ഓർത്ത് വെക്കുക, വളരെ സിമ്പിൾ ആയ ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും അത് ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്താണ്, സൈനിന്റെ അകത്ത് നിങ്ങൾ പൈ കൊടുത്തിട്ട്, സൈൻ എൻ എക്സ്, അതിൻ്റെ അകത്ത് നിങ്ങൾ പൈ കൊടുത്തിട്ട് യാതൊരുവിധ ഗുണവുമില്ല, അത് 0 ആയിക്കോളും. അതുകൊണ്ട് സൈനിന്റെ ടേമുകൾക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് സമയം കളയരുത്. നമ്മൾ പഠിച്ച് ഇതുവരെ എത്തി, ഇനി പിന്നോട്ട് പോകണ്ട, ഇനി സമയം കളയണ്ട. എന്നിട്ട് നമുക്ക് ഇയാൾക്ക് മാത്രം കൊടുത്താൽ മതി, ഇനി കൊടുത്താൽ മതി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ്. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് 2 പൈ n സ്ക്വയർ ഉണ്ട്, അയാൾ പുറത്തേക്ക് എടുക്കട്ടെ. അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു പൈ ഇൻറ്റു കോസ് എൻ പൈ, മൈനസ് പൈ, മൈനസ് കൂടെ പ്ലസ് ആകും. കോസ് എൻ മൈനസ് പൈ, അതായത് കോസ് മൈനസ് തീറ്റ കോസ് തീറ്റയാണ്. അതുകൊണ്ട് മൈനസ് കോസിന്റെ അകത്ത് വന്നെന്ന് പറഞ്ഞ് കോസിന് യാതൊരുവിധ എഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. കോസ് എൻ പൈ തന്നെ. Therefore, this is going to be 2 pi cos n pi. Therefore, this is going to be 2 pi n square, 2 pi cos n pi. Pi വെട്ടിപ്പോകും. This is going to be 4 by n square cos n pi. 4 by n square cos n pi. This is your an. കണ്ടുപിടിച്ചല്ലോ, വളരെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു. an-ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. an is equal to 4 by n square cos n pi. Now okay, ഇതോടെ ഇരിക്കട്ടെ. ഇനി ഞാൻ ഇവിടെ നിന്ന് തന്നെ ചുമ്മാ a1 കണ്ടുപിടിക്കുന്നത്. a1 n-ന് 1 കൊടുത്തു നോക്കാം. an-ന്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ, a1. That is going to be 4 by 1 square cos 1 into pi. Cos 1 into pi എന്താണ്, cos pi ആണ്. cos pi minus 1 ആണ്. cos pi ആണ്, cos minus 1 ആണ്. therefore into minus 1. a2 4 by 2 square into cos 2 pi into 1 ആണ്. okay,
A3 4/3 square 4/3 square into cos 3 pi minus 1 minus 1. So I hope ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അയാളുടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അത്രയും മതി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. ശരി, ഇനി നമുക്ക് bn കണ്ടുപിടിക്കണം. bn കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് ആണ്. bn കണ്ടുപിടിക്കണം. bnന്റെ ഫോർമുല എഴുതുന്നു 1/l ഇന്റഗ്രൽ മൈനസ് l to l f of x sin n pi by l n pi by lx dx. ശരി, അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലിന്റെ വാല്യൂ പൈ ആണ്. 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ ആണ്. സൈൻ എൻ പൈ ബൈ പൈ സൈൻ എൻ എക്സ് ഡി എക്സ്. സിംപ്ലി ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. ദിസ് ഇസ് ഗോയിങ് ടു ബി 1/π ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്, അതുകൊണ്ട് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ 2x ആണ്. ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്, അപ്പൊ ആ മൈനസ് ഈ മൈനസ് കൂടെ ചേർന്ന് പ്ലസ് ആണ്. കോസ് എൻ എക്സ് ബൈ എൻ ഡി എക്സ് കഴിഞ്ഞു. ഇനി അടുത്ത വീണ്ടും ചെയ്യുമ്പോൾ 1/π അകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. 1/π എക്സ് സ്ക്വയർ മൈനസ് ഉണ്ട്, മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ 1/π ഇവിടെയും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/πn. ഇനി ഇന്റഗ്രൽ എക്സ് കോസ് എൻ എക്സ് ആണ്. ഇന്റഗ്രൽ എക്സ് കോസ് എൻ എക്സ് ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ ആണ്. സൈൻ എൻ എക്സ് ബൈ എൻ സൈൻ ഡെറിവേറ്റീവ് അല്ല, ഇന്റഗ്രൽ കോസിന്റെ ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ ആണ് ഡി എക്സ്, which is equal to minus x square cos nx divided by n pi. Cos nx divided by n pi. ഇതകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ this is going to be plus 2 pi n square sin nx. ഇനി ഇയാളെ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സൈനിന്റെ ഇന്റഗ്രൽ ഒന്നും കൂടെ എടുക്കണം. സൈനിന്റെ ഇന്റഗ്രൽ എടുക്കുമ്പോൾ സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ആണ്. ആ മൈനസ് കൂടെ ഇത് പ്ലസ് ആയി മാറും. അങ്ങനെ ഇത് പ്ലസ് ആകും. 2π n ക്യൂബ് ഇൻറ്റു കോസ് എൻ എക്സ്. 2π n ക്യൂബ് ഇൻറ്റു കോസ് എൻ എക്സ്. ഹോപ്പ് ഇതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്നു. 2π n ക്യൂബ് ഇൻറ്റു കോസ് എൻ എക്സ്. 2π n ക്യൂബ് ഇൻറ്റു കോസ് എൻ എക്സ്. ഓക്കെ, ഡൺ. എല്ലാം ശരിയാണ്. മൈനസ് എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് എൻ പൈ ഇവിടെ ഒരു എക്സ് മിസ്സായി കേട്ടോ. എക്സ് മിസ്സായി കണ്ടോ, ഇവിടെ ഒരു എക്സ് മിസ്സായി. ഓക്കെ, ഡൺ. ഇത്രയാണ്. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം ധൈര്യമായിട്ട്. -π to π ലിമിറ്റ് കൊടുക്കാം. -π to π ലിമിറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു സൈനിന്റെ ടേമിനെ മൈൻഡ് ചെയ്യേണ്ട, അയാൾ 0 ആവും. അത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. സൈനിന്റെ ടേമിന്റെ മൈൻഡ് ചെയ്യേണ്ട, അത് 0 ആയിക്കോളും. കോസിന്റെ ടേമിനെയാണ് ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. ദാറ്റ് ഇസ് -π² കോസ് n പൈ ബൈ n പൈ. ഇവിടെ അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു പ്ലസ് 2/π n ക്യൂബ് കോസ് n പൈ. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോ എക്സിന് പകരം -π കൊടുക്കണം. അപ്പൊ -π² എഫക്റ്റ് ഒന്നും ചെയ്യില്ല. -π² കോസ് -n പൈ ആണ്, അതും എഫക്ട് ചെയ്യില്ല. കോസ് n പൈ തന്നെ ആവും, ഡിവൈഡഡ് ബൈ n പൈ. പ്ലസ് ഇവിടെ ലോവർ ലിമിറ്റ് ഇവിടെ കൊടുക്കുമ്പോൾ 2π n ക്യൂബ് കോസ് n ഇൻറ്റു -π, അത് കോസ് n പൈ തന്നെ, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇയാളെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -π² കോസ് n പൈ ബൈ n പൈ. ഇവിടെ പ്ലസ് 2π n ക്യൂബ് കോസ് n പൈ. ഈ മൈനസ് കൂടെ പ്ലസ് ആവും. പ്ലസ് π² കോസ് n പൈ ബൈ n പൈ. ഈ മൈനസ് അകത്തേക്ക് പോകുമ്പോൾ -2/π n ക്യൂബ് കോസ് n പൈ. നമ്മൾ നോക്കുമ്പോൾ ഇയാളും ക്യാൻസൽ ആയി പോകും, ഇയാളും ക്യാൻസൽ ആയി പോകും. അങ്ങനെ bnന്റെ വാല്യൂ 0 കിട്ടും. ഓക്കെ, സന്തോഷം. അപ്പൊ എല്ലാം കിട്ടി. bnന്റെ വാല്യൂ 0 കിട്ടി. പ്രൊസീഡിങ് ഞാൻ ചെയ്യാൻ പോവാണ്. ഫോർമുല പാർസിവൽസ് തിയറത്തിൽ കൊടുക്കാൻ പോവാണ്. പാർസിവൽസ് തിയറം പറയുന്നത്
1/2L integral minus L to L f of x the whole square dx അത് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. 5⁴/5 is equal to a0/2 the whole square. a0/2 the whole square. a0 നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. a0 എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച π²/3 ആയിരുന്നു a0. π²/3 ആയിരുന്നു a0. നോക്കട്ടെ, സോറി തെറ്റിപ്പോയതാണ്. 2π²/3 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 ആയിരുന്നു a0. a0 divided by 2 a0 divided by 2 the whole square. a0 divided by 2 the whole square plus 1/2 into summation n is equal to 1 to infinity an square. an ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 4/n square cos n pi the whole square plus 1/2 into summation bn ആണ്. അത് 0 ആണ്, അത് എഴുതുന്നില്ല. അപ്പൊ ഞാനിത് ഡെഡ്യൂസ് ചെയ്യുന്നു. 2 ഉം 2 ഉം വെട്ടിപ്പോവും. π²/3 the whole square ആണ്. π²/3 whole square ആണ്. പ്ലസ് 1/2 ഇവിടെ 4ന്റെ സ്ക്വയർ കോമൺ എടുക്കുകയാണ്. 4ന്റെ സ്ക്വയർ സമ്മേഷന്റെ വെളിയിൽ എടുക്കുകയാണ്. 4ന്റെ സ്ക്വയർ summation n is equal to 1 to infinity n square the whole square is n raised to 4. ഇനി cos n pi the whole square is equal to cos n pi the whole square ഇരിക്കട്ടെ. Which will be now π⁴/3 square 9 plus 4 square by 4 square എന്ന് പറഞ്ഞാൽ 16 ആണ്. 16/2 is 8. Summation n is equal to 1 to infinity. cos n pi യുടെ വാല്യൂ നിങ്ങൾക്കറിയാം. -1/n ആണ്. -1/n ആണ് cos n pi യുടെ വാല്യൂ. -1/n the whole square. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. cos 0π എന്താണ് 1, cos 1π -1, cos 2π 1, cos 3π -1, cos 4π 1, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് -1/n കൊടുക്കുന്നത് ഡിവൈഡഡ് ബൈ n⁴. ശരി, അപ്പൊ ഞാൻ ഇത്ര എഴുതിയ സ്ഥിതിക്ക് π⁴/5 π⁴/9. അപ്പൊ π⁴/5 minus π⁴/9 which is equal to ഇയാൾ അപ്പുറത്തേക്ക് എടുത്തതാണ്. 8 into summation n is equal to 1 to infinity. ശ്രദ്ധിക്കുക, -1/n the whole square ആണ്. ഇത് ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഹോൾ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അയാൾക്ക് ഇനി എഫക്റ്റ് ഇല്ല. 1 ആവും. എന്താവും? 1 the whole square 1 -1 the whole square 1 പിന്നെ -1 the whole square പിന്നെ -1 the whole square എല്ലാം 1 തന്നെ divided by n⁴. അപ്പൊ ഇവിടെ ചെയ്യുമ്പോൾ എന്താണ് 9π4 - 5 π⁴ divided by 5 into 9 45. 5 into 9 45. ഇവിടെ 8 into ഉണ്ട്. അപ്പൊ 8 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്തു. which is equal to summation n is equal to 1 to infinity 1/n⁴. ഇയാളെ ഇനി ഡെഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും 9π⁴ minus 5π⁴ 4π⁴ divided by 8 into 45. 4 ഉം 8 ഉം പോയിട്ട് 2 ആവും. താഴെ 2 ആവും. therefore which is equal to summation n is equal to 1 to infinity 1/n⁴. അപ്പൊ ഇയാള് 2 into 45 90 ആണ്. π⁴/90 n equal to 1 to infinity ആണ്. n ന് വാല്യൂ കൊടുക്കാം 1/1⁴, 1/2⁴, 1/3⁴ plus etc. and we have reduced the required form. നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. π⁴/90 is equal to 1/1⁴ plus 1/2⁴ plus 1/3⁴ plus etc. Proved. ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ മാത്രം എഴുതിയില്ല, ബാക്കിയെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അത് ഡെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഡൺ.